വീണ്ടും പുതിയൊരു വിഷയവുമായി നമ്മൾ വീണ്ടും ഈ എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നു. മന്ത്രങ്ങളും അതിൻ്റെ ഉച്ചാരണങ്ങളും അത് എങ്ങനെ ഉച്ചരിക്കണം എന്നതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത്. നവനീത്, നമസ്കാരം. സാധാരണഗതിയിൽ നമ്മൾ സംസാരിക്കുന്ന അക്ഷരങ്ങളാണെങ്കിലും വാക്കുകളാണെങ്കിലും ഏത് രീതിയിൽ നമ്മളത് വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വ എന്ന് പറയുന്ന ഒരു അക്ഷരം നമ്മൾ സാധാരണ മലയാള ഭാഷയിൽ ഉപയോഗിക്കുന്നതാണ്. മലയാള ഭാഷയിൽ നിന്നല്ല, എല്ലാ ഭാഷകളിലും ഉപയോഗിക്കുന്നതാണ്. ഈ വ എന്ന് പറയുന്ന അക്ഷരം എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നു എന്നുള്ളത് ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. വകാരസ്യ ദന്തോഷ്ടം എന്ന് പറഞ്ഞിട്ട് പാണിനീയ വ്യാകരണത്തിൽ ഒരു സെന്റൻസ് പറയുന്നുണ്ട്. ഉച്ചാരണ സ്ഥാനങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് അഷ്ടാധ്യായി എന്ന് പറയുന്ന പാണിനീയ ഗ്രന്ഥത്തിൽ മഹർഷി പാണിനി എഴുതിയിട്ടുള്ള അഷ്ടാധ്യായി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ ഉച്ചാരണ സ്ഥാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. തുല്യാസ്യ പ്രയത്നം എന്ന് പറയുന്ന ഒരു സൂത്രങ്ങളുണ്ട്. ഈ സൂത്രത്തെ കുറിച്ച് അതിൽ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് പാണിനീയ വ്യാകരണത്തിൽ സൂത്രങ്ങൾ ഉദ്ഭവിച്ച് വന്നിട്ടുള്ളത് ഭഗവാൻ പരമശിവന്റെ ഡമരുവിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. നൃത്താവസാനേ നടരാജരാജോ നനാദടക്കാം നവപഞ്ചവാരം ഉദ്ധർത്തുകാമ സനകാതി സിദ്ധാൻ ഏതൻ വിമർശേ ശിവസൂത്രജാലം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹേശ്വരന്റെ അവസാന സമയത്ത്, നൃത്തത്തിന്റെ അവസാന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഡമരു, നമ്മൾ ഉടുക്ക് എന്ന് പറയുന്ന ഡമരു, അത് നവപഞ്ചവാരം 9 5 14 പ്രാവശ്യം അത് ഇങ്ങനെ ഇളക്കിയപ്പോൾ അതിൽ നിന്നും വന്ന ശബ്ദങ്ങളെ പാണിനി എന്ന് പറയുന്ന മഹർഷി 14 തരത്തിലുള്ള സൂത്രങ്ങളായിട്ട് കൺവേർട്ട് ചെയ്തു എന്ന് പറയുന്നത്. ഈ 14 സൂത്രങ്ങളാണ് സംസ്കൃത വ്യാകരണത്തിന് ആധാരം. ഈ 14 സൂത്രങ്ങളിൽ നിന്ന് അദ്ദേഹം 8 അധ്യായങ്ങളോട് കൂടിയ അഷ്ടാധ്യായി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ ഉണ്ടാക്കി. മിനിമം 3000 എബോവ് സൂത്രങ്ങളിലാണ് അത് പറയുന്നത്. അതാണ് സംസ്കൃത വ്യാകരണത്തിന് അടിസ്ഥാനം. അതിൽ പറയപ്പെടുന്ന തുല്യാസ്യ പ്രയത്നം സവർണം എന്ന് പറയുന്ന ഒരു സൂത്രമുണ്ട്. അതിൻ്റെ വ്യാഖ്യാനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൽവാദിഷു സ്ഥാനേഷു എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു വ്യാഖ്യാനമാണ്. താൽവാദി സ്ഥാന ആഭ്യന്തര പ്രയത്നം എന്ന് പറയുന്ന പലതരത്തിലുള്ള പ്രയത്നങ്ങളാണ്. അതായത് നമ്മൾ എക്സ്റ്റേണൽ എഫേർട്ട്, ഇന്റേണൽ എഫേർട്ട് എന്ന് പറയുന്ന പല എഫേർട്ടുകളുണ്ട്. നമ്മൾ ഒരു വാക്ക് പ്രൊനൗൺസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്സ്റ്റേണലും ഇന്റേണലുമായിട്ടുള്ള എഫേർട്ടുകളുണ്ട്. അതായത് പുറത്തെ അവയവങ്ങളെ കൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്നത്, അകത്തെ അവയവങ്ങളെ കൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓരോ അക്ഷരമാലകൾക്കും, അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾക്കും അദ്ദേഹം കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകുഹാ വിസർജനീയാനാം കണ്ഠഃ. കണ്ഠഃ കഴുത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരങ്ങൾ. ആ കൂഹ എന്ന് പറഞ്ഞാൽ അകാരം. ആ ക എന്ന് പറഞ്ഞാൽ കവർഗം, ക ഖ ഗ ഘ ങ. പിന്നെ ഹകാരം, ഹ എന്ന് പറയുന്ന അക്ഷരം. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കാനായിട്ട് ഖണ്ഡമാണ് ഉപയോഗിക്കുന്നത്. കഴുത്തിൽ നിന്ന് ഉച്ചരിക്കുന്ന വർണ്ണങ്ങളാണ്. അപ്പം നമുക്ക് എന്താ പറയുക, പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്, നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുത്തിൽ ഇങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ അക്ഷരം, പറഞ്ഞ അക്ഷരം ആ ആണെങ്കിൽ ആ എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. നമുക്കത് അറിയാൻ പറ്റും ക എന്ന് പറയുന്ന അക്ഷരം. അപ്പം ഇങ്ങനെ ഓരോരോ ഇത് പറഞ്ഞിട്ടുണ്ട്. 5 രീതിയിലുള്ള പ്രൊനൗൺസിയേഷൻ പ്ലേസുകളാണ്, ഉച്ചാരണ സ്ഥാനങ്ങളാണ് പറയുന്നത്. കണ്ഠഃ, ഓഷ്ടഃ, ദന്തഃ, നാസിക, അതേപോലെ മൂർധഃ. ഓരോരോ പൊസിഷൻസ്. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ പ്രൊനൗൺസിയേഷൻ സ്പോട്ട് എന്ന് പറയും. അപ്പൊ ഉച്ചാരണ സ്ഥാനം എന്നാണ് സംസ്കൃതത്തിൽ പറയുന്ന വാക്ക്. അതായത് അകുഹാ വിസർജനീയാനാം കണ്ഠഃ എന്ന് പറഞ്ഞാൽ ആ എന്ന് പറയുന്ന അക്ഷരം കവർഗം, ക മുതൽ ങ വരെയുള്ള അക്ഷരം, ഹ എന്ന് പറയുന്ന അക്ഷരം ഖണ്ഡസ്ഥമായിട്ടുള്ള വർണ്ണമാണ്. ഖണ്ഡത്തിൽ നിന്ന് വരുന്ന വർണ്ണങ്ങളാണ്. വർണ്ണം എന്ന് പറഞ്ഞാൽ അക്ഷരം. അപ്പോൾ ഇതേപോലെ തന്നെ ഇജുയശാനാം താലു, ഈ എന്ന് പറയുന്ന അക്ഷരം ച, ചവർഗം, ച ഛ ജ ഝ ഞ ഈ അക്ഷരം. അതേപോലെ യ എന്ന് പറയുന്ന അക്ഷരം. താലു നമ്മളുടെ നാക്കിന് തൊട്ട് മുകളിലുള്ള ഭാഗത്തിനെയാണ് താലു എന്ന് പറയുന്നത്. അതായത് നാക്കിന്റെയും പല്ലിന്റെയും ഇടയിൽ വരുന്ന ചെറിയൊരു ഗ്യാപ്പിനെയാണ് താലു എന്ന് പറയുന്നത്. അതായത് ഈ ജു എന്ന് പറയുമ്പോൾ നമ്മളുടെ നാവ് ഈ നമ്മുടെ ഫ്രണ്ടിലെ മുൻപിലെ പല്ലിലെ മുകളിൽ ഭാഗത്തെ പല്ലിലെ തൊട്ട് താഴെ ടച്ച് ആവും. ശരിയാ.
യ, ര, ല, ആ, വ എന്നൊക്കെ അതായത് പറഞ്ഞിട്ട്. ഒരു അർദ്ധ രീതിയിൽ മുഴുവനായിട്ട് ടച്ച് ആവുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് ഈ അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന താലു എന്ന് പറയുന്ന ആ ഒരു പ്രൊനൗൺസിയേഷൻ പ്ലേസ് ആണ്. അതേപോലെ അടുത്തത് ഋതുരസാനാം ദന്തഹ, ദന്തം എന്ന് പറഞ്ഞാൽ പല്ല്. ഋതുലസാന ലകാര, തവർഗ എന്ന് പറയുന്ന സകാരം എന്ന് പറയുന്ന അക്ഷരങ്ങൾ നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന ദന്തമായിട്ടുള്ള വർണ്ണങ്ങളാണ്. ഇങ്ങനെ നമ്മൾ ഓരോ പോയിന്റ് വെച്ചിട്ടാണ് ഇത് ഓരോ അക്ഷരങ്ങൾക്കും അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ഇന്നത്തെ രീതിയിൽ അത് ശ്രദ്ധിക്കുന്നില്ല. അല്ല, ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഇത് ഞാൻ പോലും ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതിന് തന്നെ ഋതുരസാനം ദന്ത, ഉപൂപത്മാനിയാന മോഷ്ടവും. ഉപൂപത്മങ്ങൾ എന്ന് പറയുന്ന ഉ പ എന്ന് പറയുന്ന അക്ഷരം, ഓഷ്ടം, 2 ചുണ്ടുകൾ കൂട്ടി അടച്ചാൽ മാത്രമേ നമുക്ക് ഉ എന്നും പ എന്നും പറയാൻ പറ്റുള്ളൂ. മാ എന്ന് പറയണമെങ്കിൽ നമുക്ക് ഈ 2 ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ മാത്രമേ മാ എന്ന് പറയുന്ന അക്ഷരം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അക്ഷരമേ വരില്ല. ശരിയാ. അതാണ് പറഞ്ഞിട്ടുള്ളത് ഉപൂപത്മാനിയാന മോഷ്ടവും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞമഗണനാനാം നാസിക, കേൾക്കുമ്പോ ഒരു താളമുണ്ട്. ഞമഗണനാനാം നാസിക എന്ന് പറഞ്ഞാൽ നാസിക, മൂക്ക് കൊണ്ട് ഉച്ചരിക്കുന്ന വർണ്ണങ്ങളാണ്. ഞ മ ങ ന എന്ന് പറയുന്നത്, ഞ മ ങ ന ന എന്ന് പറയുന്ന നകാരം, നകാരം, മകാരം, ഇതൊക്കെ മൂക്ക് കൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. അപ്പോൾ മൂക്കിന്റെ സപ്പോർട്ട് കൂടിയിട്ടാണ് നമ്മളത് പറയുന്നത്. ചുരുക്കത്തിൽ ഒരു ENT സ്പെഷ്യലിസ്റ്റ് ആയി മാറി. അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ ഇത് കൂടാണ്ട് തന്നെ നമ്മൾ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ എന്ന് പറയുന്ന എഫേർട്ടുകളുണ്ട്. അതായത് സംസ്കൃതത്തിൽ അതിനെ ആഭ്യന്തര പ്രയത്നം, ബാഹ്യപ്രയത്നം എന്ന് പറയും. ആഭ്യന്തര പ്രയത്നം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള നമ്മളുടെ പല അവയവങ്ങളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. അതേപോലെ പുറത്തുള്ള നമ്മുടെ മുഖത്തുള്ള അവയവങ്ങൾ, മുഖസഹിത നാസികയോഹോ ഉച്ചാര്യമാണ വർണ്ണാഹോ അനുനാസിക സ്വപ്നം സ്യാദ് എന്ന് പാണിനി പറഞ്ഞിട്ടുണ്ട്. മുഖത്തിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഉച്ചരിക്കപ്പെടുന്ന വർണ്ണങ്ങൾ അനുനാസികവും ആയിട്ടുള്ള വർണ്ണങ്ങളാണെന്ന് പറയുന്നത്. അതായത് മൂക്കിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഉച്ചരിക്കുന്ന വർണ്ണങ്ങൾ. മൂക്ക് നമുക്ക് പുറത്താണുള്ളത്, ശരിയാ. പക്ഷെ അതിൽ നിന്ന് വരുന്ന ശ്വാസം ഉള്ളിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഈ ശ്വാസം എക്സ്റ്റേണലും ഇന്റേണലുമായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് അത്. അതെ, ശരിയാണ്. അതായത് അക്ഷരങ്ങളെല്ലാം തന്നെ നമുക്ക് പുറത്തു വരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള എയറിന്റെ ഒരു പമ്പിങ്ങിലൂടെയാണ്. ശരിയാണ്. ഹ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ഠവും ലങ്സും. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഈ ഇങ്ങനെയുള്ള അക്ഷരങ്ങളുടെ ഉച്ചാരണ സ്ഥാനങ്ങളുടെ സപ്പോർട്ട് നമ്മളുടെ ബോഡിയിൽ ഒരു വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വൈബ്രേഷൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ എൻഡോർഫൈൻ, ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന നമ്മളെ ബ്രെയിൻ കെമിക്കൽസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ 4 ഹോർമോണുകളുണ്ട്. ഇപ്പൊ പറയുമ്പോ വ്യക്തമായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അക്ഷരങ്ങൾ പറയുന്ന സമയത്ത് അക്ഷരങ്ങൾ പറയുന്ന സമയത്ത് നമ്മളുടെ സിറ്റിംഗ് പൊസിഷനും കൂടി നമ്മൾ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരു യോഗ മെഡിറ്റേഷൻ ചെയ്ത ഒരു എഫക്റ്റ് നമുക്കതിൽ കിട്ടും. അതുകൊണ്ടാണ് സംസ്കൃത അക്ഷരങ്ങളും അല്ലെങ്കിൽ സംസ്കൃത ശ്ലോകങ്ങളും എല്ലാം നമ്മൾ ഇരുന്നു കൊണ്ട് ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ബെനിഫിറ്റ് വേറെയാണ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ സാധാരണഗതിയിൽ മൃത്യുഞ്ജയ മന്ത്രം പറയാറുണ്ട്, അല്ലെങ്കിൽ ഗായത്രി മന്ത്രം പറയാറുണ്ട്. ഈ ഗായത്രി മന്ത്രം പറയുന്നതിലൂടെ, അതിൽ ഉച്ചരിക്കുന്നതിലൂടെ നമ്മൾക്ക് അതിൻ്റെ പ്രൊനൗൺസിയേഷനിലാണ് നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടുന്നത്. അതായത് നമ്മളുടെ ഒരു മാഗ്നറ്റിക് എനർജി ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ഈ മാഗ്നറ്റിക് എനർജി നമ്മളിതിനെ എലിവേറ്റ് ചെയ്യുക ചെയ്യും. എലിവേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഇപ്പോൾ തെറാപ്പി, തെറാപ്പിയാണ്. അതായത് നമ്മളിപ്പോ ഓം ഭൂവ സ്വഹ എന്ന് പറയുമ്പോൾ വെറുതെ ഒരു ഇതിലൂടെ പറഞ്ഞു പോവാണ്ട് അതിനെ ഉള്ളിൽ നിന്ന് എടുത്ത് പറഞ്ഞു പോകുന്ന, അതായത് നമ്മളത് അറിഞ്ഞുകൊണ്ട്, ഇപ്പൊ സാധാരണ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ പലതും ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്ന വാക്കുകളാണ്, നമ്മൾ ഡെയിലി പറയുന്ന കാര്യങ്ങൾ. പക്ഷെ ഇന്നത്തെ രീതിയിൽ നമ്മൾ ഈ പ്രൊനൗൺസിയേഷൻ വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അച്ചട ഭാഷയിലാണ് സംസാരിക്കുന്നതെന്ന് പറയുള്ളൂ. ശരിയാണ് സാധാരണ, കാരണം അത്രത്തോളം ലാഘവത്തോടെ കാണും. പക്ഷെ ഇത്രയും ഡെപ്ത് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനും അവരുടെ ഒരു പകുതി പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാനും സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമല്ല. തീർച്ചയായും അതാരും ഇന്ന് അതിലേക്ക് വരുന്നില്ല. ശരി. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. ഞാൻ വണ്ടടിച്ചിരിക്കാതെ എന്താണ് സംഭവം. ഒരു അക്ഷരമാലയിൽ, സംസ്കൃതത്തിൻ്റെ ഒരു അക്ഷരമാലയിൽ ഉള്ളിൽ നിന്ന് ഓരോ ഓർഗൻസിനെയും നമ്മൾ ടച്ച് ചെയ്യേണ്ടത് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്ന ഒരു കാര്യമല്ല. നമ്മളെപ്പോഴും കാക്ക കാക്ക എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്ക്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഓരോ അക്ഷരവും പഠിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം പ്രയോജനകരമാണ് നമ്മൾ സംസ്കൃതത്തിൽ ഓരോ അക്ഷരം പഠിക്കുന്നു,
ഓരോ ശ്ലോകങ്ങൾ പഠിക്കുന്നതും നമുക്ക് എത്രത്തോളം നമ്മളുടെ ശരീരത്തിന് ഗുണം ചെയ്യും എന്നൊക്കെ പറഞ്ഞു തന്നതിലും അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമുക്ക് ഇപ്പോൾ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ഇനി ഫ്യൂച്ചറിൽ കേൾക്കാനിരിക്കുന്നേ ഉള്ളൂ. അപ്പം അഗാധമായ ഒരു സബ്ജക്റ്റാണ്. അതിന് ഒരുപാട് നന്ദി. പ്രാരംഭ എന്ന് ജ്യോതിഷത്തിൽ വരാഹമിഹിരൻ പറഞ്ഞിട്ടുണ്ട്. അതായത് കടൽ പോലെ കിടക്കുന്ന ശാസ്ത്രത്തിൽ ഞാനൊരു തോണി എടുത്തുകൊണ്ട് അതിലെ ഒരു ഭാഗത്ത് ഇറങ്ങിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ നന്ദിയുണ്ട്. ഇനിയും എപ്പിസോഡ്സ് ആയിട്ട് ഞങ്ങൾ വരും. അതുവരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.